ടൈം ട്രാവൽ കൺസെപ്റ്റ്സ് ആസ്പദമാക്കിയിട്ടുള്ള കുറേയധികം സിനിമകളും സീരീസുകളും കഥകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. മൾട്ടിപ്പിൾ റിയാലിറ്റി, പാരലൽ റിയാലിറ്റി, ബ്രാഞ്ചിങ് റിയാലിറ്റി തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകൾ, ക്ലോസ്ഡ് ടൈം ലൈൻ കർവ്, ബൂട്ട് സ്ട്രാപ്പ് പാരഡോക്സ് തുടങ്ങിയിട്ടുള്ള ഡിഫറൻറ്റ് പാരഡോക്സസ്, മൾട്ടിവേഴ്സ്, ടൈം ഡൈലേഷൻ, ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ്, വേം ഹോൾസ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കൺസെപ്റ്റുകൾ ടൈം ട്രാവൽ ബേസ് ചെയ്തിട്ടുണ്ട്. ഒരേ റിയാലിറ്റിയിൽ നടക്കുന്ന ടൈം ട്രാവലുകൾക്ക് അല്ലെങ്കിൽ ടൈം ട്രാവലേഴ്സിന് ആ റിയാലിറ്റിയെ തന്നെ റീറൈറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടെന്ന് അറിയാലോ. അങ്ങനെയുള്ള പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെയുള്ള ടൈം ട്രാവലേഴ്സ് ഒക്കെ ജീവനുള്ള വ്യക്തിയായിരിക്കും. എന്നാൽ ഇവിടെ നമ്മുടെ കഥയിൽ ടൈം ട്രാവലർ ഒരു ഡെഡ് ബോഡിയാണ്. ഒരേ റിയാലിറ്റിയിൽ 4 കാലഘട്ടങ്ങളിൽ ഒരാളുടെ ഡെഡ് ബോഡി പ്രത്യക്ഷപ്പെടുന്നു. ആ ഡെഡ് ബോഡി എങ്ങനെ അവിടെ വന്നു എന്ന് 4 കാലഘട്ടങ്ങളിലൂടെ കഥ പറഞ്ഞു പോകുന്ന ഒരു അടിപൊളി സീരീസാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന 2023 റിലീസായ ബോഡീസ്. ഈ കാലഘട്ടത്തിലെ നമ്മുടെ കഥാനായികയാണ് ഈ പുള്ളിക്കാരി, ഡിറ്റക്റ്റീവ് ഹസൻ. രാവിലെ ജോഗിങ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. ഇന്നേ ദിവസമാണ് അവളുടെ അച്ഛൻ്റെ ബർത്ത്ഡേ. അച്ഛനെ വിഷ് ചെയ്തു. ഹസന്റെ മകനെയും വിളിച്ചുണർത്തി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നേരെ ജോലിക്ക് ചെല്ലുന്നു. ലണ്ടനിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. റേസിസത്തിനെതിരെ ആളുകൾ സമരം ചെയ്യുന്ന ഇവിടെയാണ് ഇന്ന് നമ്മുടെ ഡിറ്റക്റ്റീവ് ഹസന്റെ ഡ്യൂട്ടി. ഈ സമരങ്ങളൊക്കെ നടക്കുന്ന ആ ഏരിയയിൽ നമ്മുടെ ഡിറ്റക്റ്റീവ് ഹസൻ സംശയാസ്പദമായ ഒരാളെ കണ്ടു. അതൊരു ടീനേജ് പയ്യനാണ്. അവനെ അങ്ങനെ നോക്കി നിൽക്കുകയെ പെട്ടെന്ന് ആ പ്രദേശത്തുള്ള സ്ട്രീറ്റ് ലാമ്പുകളിൽ ഒന്ന് പൊട്ടിത്തെറിച്ചെന്നേ. അത് കാണേണ്ട താമസം ആ ടീനേജ് പയ്യൻ ഒരു ഗണ്ണ് പുറത്തെടുത്തു. ഉടനടി ഡിറ്റക്റ്റീവ് ഹസൻ അവനെ ചേസ് ചെയ്തു പോകുന്നു. സമരക്കാരും ആളും ബഹളമൊന്നും ഇല്ലാത്ത ഒരു ഏരിയയിലേക്കാണ് ഓടിക്കയറി ചെല്ലുന്നത്. അവന്റെ പിന്നാലെ ഓടിച്ചെല്ലുന്ന ഡിറ്റക്റ്റീവ് ഹസൻ കാണുന്നത് അവിടെ തുണിയൊന്നുമില്ലാതെ ഒരാൾ വീണ് കിടക്കുന്നു. അതിനടുത്തായിട്ട് ഈ ടീനേജ് പയ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഹസനെ കണ്ടതും അവൻ ഇവൾക്ക് നേരെ ഗണ്ണ് ചൂണ്ടി, വേണ്ട, എന്റെ അടുത്ത് വരരുത്, നിങ്ങളുടെ കയ്യിലുള്ള ടേസർ മാറ്റ്. ഹസനും അവൻ പറഞ്ഞ പോലെ ടേസർ താഴെ വെച്ചു. ഞാൻ ടേസർ താഴെ വെച്ചു, നീ അബദ്ധമൊന്നും കാണിക്കരുത്, ആ ഗണ്ണ് മാറ്റ്. അതിനാ പയ്യനാവട്ടെ, ഇത് ഇയാളെ കൊന്നത് ഞാനല്ല, ഞാൻ ഒന്നും ചെയ്തില്ല, എന്റെ പുറകെ വരരുത് എന്നും പറഞ്ഞൊരൊറ്റ ഓട്ടം. പയ്യൻ അവിടെ നിന്ന് ഓടിപ്പോയി. ഡിറ്റക്റ്റീവ് ഹസൻ അവിടെ വീണ് കിടക്കുന്ന വ്യക്തിയുടെ അടുത്ത് നോക്കിയപ്പോൾ ആ വ്യക്തി ഓൾറെഡി മരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക മാർക്കും കാണാം. ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ. മറ്റേ കണ്ണിൽ എന്തോ ഒരു ആക്സിഡന്റ് പറ്റി കണ്ണ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കണ്ണിന് ചുറ്റും ചോര അങ്ങനെ പടർന്നിരിക്കുന്നതും കാണും. സോ റീസെന്റ് ടൈംസിൽ എപ്പോഴോ എന്തോ പറ്റിയതാണ് ഇദ്ദേഹത്തിന്. ഉടനടി ഹസൻ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നു. ലോങ് ഹാർവസ്റ്റ് ലൈനിന്റെ നോർത്ത് സൈഡിലായിട്ട് ഇത്തരത്തിലൊരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടെന്ന്. ഈ കഥകളൊക്കെ നടക്കുന്ന ടൈം ലൈൻ 2023 അതായത് ഇപ്പൊ നമ്മൾ കണ്ട സംഭവങ്ങളൊക്കെ നടന്നത് 2023 അവിടെ കട്ട് ചെയ്താൽ ഇപ്പോൾ വർഷം 1941. സ്ഥലം ലണ്ടൻ തന്നെ. ആ കാലഘട്ടം അറിയാലോ, ലോകമഹായുദ്ധം നടക്കുന്ന സമയമാണ്. ജൂതന്മാരെ ചില വിഭാഗങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. ജനങ്ങൾ തമ്മിൽ ഇങ്ങനെ വിഭാഗീയതയുള്ള ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഇദ്ദേഹമാണ് നമ്മുടെ കഥാനായകൻ. ഈ കാലഘട്ടത്തിലെ മെയിൻ ആളൊരു ഡിറ്റക്റ്റീവാണ്, ഡിറ്റക്റ്റീവ് വൈറ്റ് മാൻ. ഇന്നേ ദിവസം ഇത്തിരി താമസിച്ചാണ് നമ്മുടെ വൈറ്റ് മാൻ ഓഫീസിൽ ചെല്ലുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ യുദ്ധമാണെന്ന് പറയാലോ. ആൾ നേരെ സീനിയറിന്റെ ഓഫീസിൽ ചെന്നു. അവിടെ ഇദ്ദേഹത്തെ കാണാൻ ഒരു ഇൻസ്പെക്ടർ വന്നിട്ടുണ്ടായിരുന്നു, ഇൻസ്പെക്ടർ ഫാരൽ. ഇപ്പൊ നിലവിൽ ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് രഹസ്യങ്ങളൊക്കെ ചോരുന്നു. ഇവർ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന പല ആളുകളെയും പിടികിട്ടുന്നില്ല. അതിനു മുമ്പ് തന്നെ അവർ ക്രിമിനൽസിന് ഇൻഫോർമേഷൻ കിട്ടുന്നു എന്നൊക്കെയാണ് ഫാരൽ പറയുന്നത്. ഇവരുടെ ക്രിമിനൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ജ്യൂസിനെയാണ്. ഈ യുദ്ധ സമയത്തൊക്കെ ജൂതന്മാർ ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ ചിതറിക്കിടക്കായിരുന്നല്ലോ. അവർക്കായിട്ട് ഒരു രാജ്യമൊന്നും ഇല്ലാതിരിക്കുന്ന അല്ലെങ്കിൽ അവർ ഒത്തുകൂടിയിട്ടില്ലാത്ത ആ ഒരു ടൈമല്ലേ. ഇവിടെ നമ്മുടെ ഡിറ്റക്റ്റീവ് വൈറ്റ് മാൻ ഒരു ജൂതനാണ്. ഇവനാണോ ഇൻഫർമേഷൻ കൊടുക്കുന്നത് എന്ന് ഫാരലിനൊരു സംശയം. കേട്ടപാടെ വൈറ്റ് മാൻ ആ ആരോപണം നിഷേധിച്ചു. അങ്ങനെ താൻ ആർക്കും ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല. ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിക്കുന്ന ജോലി എന്തായാലും ഭംഗിയായി ചെയ്തിരിക്കും. ഡിപ്പാർട്ട്മെന്റിനെ ചതിക്കില്ല. ഇദ്ദേഹം പറയുന്ന ആരോപണങ്ങളിൽ, അതായത് ഇൻസ്പെക്ടർ ഫാരൽ പറയുന്ന ആരോപണങ്ങളിലൊന്നും കഴമ്പില്ലെന്നാണ് നമ്മുടെ ഹീറോ പറയുന്നത്. ദെൻ സീനിയറുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ താഴെ നമ്മുടെ ഡിറ്റക്റ്റീവ് വൈറ്റ് മാന് വേണ്ടി ഒരു ഫോൺ കോൾ വന്നു. ഫോൺ വിളിച്ചിരിക്കുന്ന ഒരു ലേഡിയാണ്. ആ ലേഡിയുടെ ആളുകൾ ഡിറ്റക്റ്റീവ് വൈറ്റ് മാൻ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു വോൾസിലെ കാർ അവിടെ ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ കീ ഉണ്ട്. ഇവൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ന് രാത്രി 10:15 മുമ്പ് ലോങ് ഹാർവസ്റ്റ് ലൈനിന്റെ നോർത്ത് സൈഡിൽ ചെന്ന് അവിടെ കിടക്കുന്ന ബോഡി പിക്ക് ചെയ്യണമെന്ന്. ഫോൺ വിളിച്ചിരിക്കുന്ന സ്ത്രീക്ക് വേണ്ടി ഡിറ്റക്റ്റീവ് വൈറ്റ് മാൻ ഇതിനു മുമ്പ് ജോലി ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാശും വാങ്ങാറുണ്ട്. അത്ര നല്ലവനൊന്നുമല്ല. പണം കിട്ടിയാൽ അവർക്ക് വേണ്ടി എന്ത് പണിയും ചെയ്തു കൊടുക്കും. എന്നാൽ ഇപ്പൊ ഇവൻ ഈ പണി ചെയ്യുന്നത് വലിയ റിസ്ക് ഉണ്ട്. ഇപ്പൊ ഇവന് ബോഡി പിക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ടല്ലോ. പ്രധാന കാരണം ഇൻസ്പെക്ടർ ഫാരൽ തന്നെ. അദ്ദേഹത്തിന് ഇവനെ നല്ല സംശയമുണ്ട്. ഡിറ്റക്റ്റീവ് വൈറ്റ് മാൻ എങ്ങോട്ട് പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കാൻ ഒരുപക്ഷെ ഇവന്റെ പുറകെ ആളുണ്ടാവാം. എന്നാൽ ഇതൊന്നും ഫോൺ വിളിച്ചിരിക്കുന്ന സ്ത്രീക്ക് അറിയണ്ട. നീ റിസ്ക് എടുക്കുന്നതിനല്ലേ നിനക്ക് ആവശ്യത്തിന് പണം തരുന്നേ. നോ യു ആർ ലൗഡ് സർജന്റ് വൈറ്റ് മാൻ എന്ന് പറഞ്ഞ ആ സ്ത്രീ ഫോൺ കട്ട് ചെയ്തു. ഉടൻ തന്നെ ഇവരുടെ ഓഫീസിൽ പവർ ഫ്ലിക്കിംഗ് ഉണ്ടാകുന്നുണ്ട്. ലൈറ്റ്സ് ഒക്കെ ഒന്ന് ബ്ലിങ്ക് ആയി അതിൽ ചില ബൾബുകൾ പൊട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. 2023 കാലഘട്ടത്തിൽ ആ സ്ട്രീറ്റ് ലാമ്പ് പൊട്ടിത്തെറിച്ച പോലെ. ശേഷം അന്ന് രാത്രി ആ അനോണിമസ് സ്ത്രീ നമ്മുടെ വൈറ്റ് മാനോട് പറഞ്ഞതനുസരിച്ച് പുള്ളിക്കാരൻ ലോങ് ഹാർവസ്റ്റ് ലൈനിലേക്ക് ചെല്ലുകയാണ്. ആ സ്ത്രീ പറഞ്ഞ പോലെ അവിടെ ഒരു ബോഡി കിടപ്പുണ്ട്. ദേ കണ്ടില്ലേ, 2023 കാലഘട്ടത്തിൽ നമ്മൾ കണ്ട അതേ ശവശരീരം, അതേ വ്യക്തി തന്നെ. കയ്യിൽ ആ പ്രത്യേക തരത്തിലുള്ള മാർക്കുമായി, ഒരു കണ്ണില്ലാതെ അതേപോലെ 2023 എങ്ങനെ ഈ ബോഡി കണ്ടോ എക്സാക്ട്ലി അതുപോലെ 1941 അവിടുന്ന് കട്ട് ചെയ്താൽ വർഷം 1890. സ്ഥലം ലണ്ടൻ തന്നെ. സാമ്പത്തികമായി സാധാരണക്കാർ ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്ന ആ കാലഘട്ടത്തിൽ ഒരു കൊച്ചു പയ്യൻ ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ചു. ആദ്യമായല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിപ്പോൾ 3 തവണയായി. അതുകൊണ്ട് തന്നെ പോലീസുകാർ അവനെ പിടിച്ചു. അത് കണ്ട് പയ്യന്റെ അമ്മ പുറകെ ചെന്ന് എന്റെ മകനെ വെറുതെ വിടണം അല്ലെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്ന ഇതേ ടൈമിൽ പെട്ടെന്ന് സ്ട്രീറ്റിലുണ്ടായിരുന്ന സ്ട്രീറ്റ് ലാമ്പുകളെല്ലാം പൊട്ടിത്തെറിച്ചു പോവാണ്. 2023 1941 ഒക്കെ കണ്ട അതേപോലെ തന്നെ. ഇദ്ദേഹമാണ് ഈ കാലഘട്ടത്തിലെ മെയിൻ ആള്. ഡിറ്റക്റ്റീവാണ്, ഡിറ്റക്റ്റീവ് ഹില്ലിംഗ് ഹെഡ്. സ്ട്രീറ്റ് ലൈറ്റ് പൊട്ടിത്തെറിച്ച ഉടനെ തന്നെ കുറച്ചപ്പുറത്തായിട്ട് ആൾ
ആളുകളൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നു. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് കണ്ട് ഡിറ്റക്റ്റീവ് ഹില്ലിംഗ് ഹെഡ് അങ്ങോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള പോലീസുകാരോട് പറയും, ഇപ്പൊ അവർ പിടിച്ചിരിക്കുന്ന ആ പയ്യന്റെ അമ്മയുണ്ടല്ലോ, ആ പുള്ളിക്കാരിയെ കൂടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ. ദെൻ ആളുകളൊക്കെ കൂടി നിൽക്കുന്ന അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഡെഡ് ബോഡി 2023 1941 കണ്ട അതേ ഡെഡ് ബോഡി തന്നെ അതേ സ്ഥലത്ത് ലോങ് ഹാർവസ്റ്റ് ലെയിനിൽ കിടക്കുന്നു. മുമ്പ് 2 തവണ കണ്ട പോലെ തന്നെ കയ്യിൽ ആ പ്രത്യേക തരത്തിലുള്ള മാർക്കുണ്ട്, ഒരു കണ്ണുമില്ല. ഇവിടെ ഈ ഡെഡ് ബോഡി പോലീസുകാർ കാണുന്നതിന് മുമ്പ് ഹെൻറി ആഷ എന്നൊരു ജേർണലിസ്റ്റ് ഈ ഡെഡ് ബോഡി കണ്ടിരുന്നു. അവൻ ഇതിന്റെ ചിത്രങ്ങൾ പകർത്തിയിരുന്നു. ഇത് ഇഷ്ടപ്പെടാത്ത പോലീസ് ഓഫീസർ വെബ് അവന്റെ ക്യാമറ പിടിച്ചു വെച്ച് അവനെ അവിടെ തടഞ്ഞു വെച്ചു. ഹെൻറി അദ്ദേഹത്തിന്റെ ക്യാമറ തിരിച്ചു കൊടുക്കണം, അദ്ദേഹം ഒരു പത്രപ്രവർത്തനാണ് എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ ഓഫീസർ വെബ് അവനെ തല്ലുകയും ചെയ്തു. ഉടനടി ഡിറ്റക്റ്റീവ് ഹില്ലിംഗ് ഹെഡ് ഇടപെട്ട് ഓഫീസർ വെബ് ഇങ്ങനെ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് പണിഷ്മെന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ സാലറിയും കട്ട് ചെയ്ത് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. ജേർണലിസ്റ്റ് ഹെൻറിയോട് എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിച്ചത് എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അതുതന്നെ ഞാൻ ഈ വഴി നടന്നു പോയപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റ്സ് എല്ലാം പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടു. ഇവിടെ ഒരു ബഹളം വന്ന് നോക്കിയപ്പോൾ ഈ ബോഡി ഇവിടെ കിടക്കുന്നു. ആദ്യം കരുതിയത് വല്ല കള്ളന്മാരും ഇദ്ദേഹത്തെ ആക്രമിച്ച് പണമൊക്കെ അപകരിച്ചുകൊണ്ട് പോയി എന്നാണ്. അടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മുഖം കാണുന്നത്. അതൊരു കണ്ണുപോലും ഇല്ലാതെ പേടിച്ചു പോയി. അങ്ങനെ ബഹളം വെച്ച ആളെ കൂട്ടി. അതൊക്കെ ശരി, പിന്നെ നീ എന്തിനാ ഫോട്ടോ എടുത്ത്? അതല്ല ഡിറ്റക്റ്റീവ്, ഞാൻ ഓൾറെഡി പറഞ്ഞത് ഞാനൊരു ജേർണലിസ്റ്റ് ആണ്, ഇതെന്റെ ജോലിയാണ്. ശരി, എന്തായാലും ഈ ഫോട്ടോസ് ഞങ്ങൾക്ക് വേണം, ഇത് തെളിവാണ്, ഇത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് ഞാനിത് കളക്ട് ചെയ്തോളാം. ഇപ്പൊ നീ പൊക്കോ. അവിടുന്ന് കിട്ടിയതാൽ വർഷം 2023 അവിടെ ഇങ്ങനെ ഡെഡ് ബോഡി കണ്ടെത്തിയ കാര്യം ഹസൻ മറ്റ് ഓഫീസേഴ്സിനെ അറിയിച്ചു. എല്ലാവരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്ട്രീറ്റിൽ കണ്ട ടീനേജ് പയ്യന്റെ പുറകെ ഹസൻ ഓടി വരുന്നുണ്ടായിരുന്നു. അവൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കൊല്ലാനുള്ള സാധ്യത ഒന്നുമില്ലെന്നാണ് ഹസൻ പറയുന്നത്. ആ പയ്യനാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കൊന്നതെങ്കിൽ ഒരു വെടിയോ ചെങ്കിലും കേൾക്കുമായിരുന്നല്ലോ. പിന്നെ മാത്രമല്ല ആ പയ്യൻ ആകെ പേടിച്ച് നിൽക്കുമായിരുന്നു. അവൻ എൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയും രക്ഷപ്പെടാൻ ശ്രമിക്കുമായിരുന്നു. സോ ഈ ഡെഡ് ബോഡിയുമായിട്ട് അവന് യാതൊരു ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് നോക്കാം, ഏതായാലും അന്വേഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. ഇത് ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിച്ചല്ലേ പറ്റൂ എന്ന് ഹസന്റെ സീനിയർ. തുടർന്നുള്ള അന്വേഷണത്തിൽ അവിടെ ഓടി രക്ഷപ്പെട്ടു പോയ പയ്യന്റെ പേര് സയ്യദ് താഹിർ എന്നാണെന്ന് ഇവർ കണ്ടെത്തുന്നുണ്ട്. സയ്യദിന്റെ സഹോദരി ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പുള്ളിക്കാരുടെ അടുത്ത് പോയി സംസാരിച്ചാൽ ഒരു പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയേക്കാം. ഇപ്പോൾ മരണപ്പെട്ട ആ വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ 2023 1890 അതായത് നമ്മുടെ ഡിറ്റക്റ്റീവ് ഹില്ലിംഗ് ഹെഡിന്റെ കാലഘട്ടത്തിലും കൊല്ലപ്പെട്ട വ്യക്തിയുടെ കണ്ണ് പോയത് ഗൺ ഫയറിംഗിലൂടെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ണിൽ ബുള്ളറ്റ് തറച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ബുള്ളറ്റ് തലയുടെ പുറകിലൂടെ പുറത്ത് വന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ തലയ്ക്കുള്ളിൽ ബുള്ളറ്റ് ഉണ്ടാവണം. എന്നാൽ ഇവിടെ ഇത് രണ്ടുമില്ല. ഒരു എക്സിറ്റ് കൊണ്ട് ഇവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. 1890 പോസ്റ്റ്മോർട്ടം രീതി ഇപ്പോഴത്തെ പോലെ ഒന്നുമല്ലോ. അവരെ വലിയ വാള് യൂസ് ചെയ്ത് തല അറുത്ത് മാറ്റും. തലയോട്ടി അറുത്ത് മാറ്റി തലയ്ക്കുള്ളിൽ എവിടെയെങ്കിലും ബുള്ളറ്റ് ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഈ മീശക്കാരൻ അപ്പാപ്പനെ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഈ പണി ചെയ്യുന്നത്. ഡെഡ് ബോഡിയുടെ കയ്യിലുള്ള മാർക്കിനെ പറ്റി ചോദിക്കുമ്പോൾ ഡിറ്റക്റ്റീവ് ഹില്ലിംഗ് ഹെഡ് പറയുന്നത് ഒരു പക്ഷേ അത് എന്തെങ്കിലും തരത്തിലുള്ള റൂണിക് സിമ്പിൾ ആയിരിക്കാവുന്നതാണ്. ഇതുവരെ അവരാരും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, എവിടെയും കണ്ടതായിട്ട് ഓർക്കുന്നില്ല. മേ ബി എന്തെങ്കിലും ഗ്യാങ്ങിന്റെ സിമ്പിൾ ആയിരിക്കാം, ഇദ്ദേഹം ഏതെങ്കിലും ഗ്യാങ്ങിന്റെ പാർട്ടായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആവാലോ. പിന്നെ ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ നെറ്റിയിൽ ഒരു മുറിവ് കാണാം. ആരോ അദ്ദേഹത്തെ അടിച്ചു വീഴ്ത്തിയതാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലൊന്ന്. ഇതിപ്പോൾ 2 കാലഘട്ടത്തിലും പോലീസുകാരാകെ കൺഫ്യൂസ്ഡ് ആയി. കാരണം ഈ വ്യക്തിക്ക് കണ്ണ് നഷ്ടപ്പെട്ടത് ബുള്ളറ്റ് കണ്ണിലൂടെ തുളച്ച് കയറിയത് കൊണ്ടാണെന്ന് ഏതാണ്ട് ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഒന്നുകിൽ ബുള്ളറ്റ് തലയുടെ പുറകിലൂടെ ഇറങ്ങി പോയതിന്റെ പാട് കാണണം, ഒരു എക്സിറ്റ് വൂണ്ട് കാണണം, അല്ലെങ്കിൽ ബുള്ളറ്റ് തലയ്ക്കുള്ളിൽ ഉണ്ടാവണം. ഇതിപ്പോൾ ബുള്ളറ്റ് തലയ്ക്കുള്ളിലും ഇല്ല, എക്സിറ്റ് വൂണ്ടും ഇല്ല. കണ്ണിലൂടെ അകത്ത് കടന്ന ബുള്ളറ്റ് എങ്ങനെ വാനിഷ് ആയി പോയി, എങ്ങനെ അപ്രത്യക്ഷമായി പോയി? സ്വാഭാവികമായിട്ടും ഈ കാലഘട്ടത്തിലുള്ള ഉദ്യോഗസ്ഥർക്കും ഒരുപാട് സംശയമായി. 1941 നമ്മുടെ ഡിറ്റക്റ്റീവ് വൈറ്റ് ഹെഡ് അവിടെ ആ ഡെഡ് ബോഡി കണ്ടെത്തി അത് നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശക്തമായി മഴ പെയ്യുന്നുണ്ട്. ഈ സമയം ഇദ്ദേഹത്തിന്റെ പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒരു പെൺകുട്ടി. അവൾ നമ്മുടെ വൈറ്റ് ഹെഡിനെയും അദ്ദേഹത്തിന്റെ അടുത്ത് ഈ ഡെഡ് ബോഡിയും കിടക്കുന്നത് കണ്ടു. പേടിച്ച് അവിടെ ഓടി മാറിപ്പോവുകയും ചെയ്തു. ഈ സംഭവത്തിന് ഒരേ ഒരു ദൃക്സാക്ഷി ആ പെൺകുട്ടി മാത്രമാണ്. അവൾ ആര്, എങ്ങനെ ഈ സ്ഥലത്ത് വന്നു ഒന്നും അറിയില്ല. ഇനിയൊരു പക്ഷേ ഇൻസ്പെക്ടർ ഫാരലിന്റെ സ്പൈ ആയിരിക്കുമോ? അതിന് സാധ്യതയില്ല. ഇത്രയും ചെറിയ പെൺകുട്ടികളൊക്കെ ഈ പണി ഏൽപ്പിക്കൂ. എന്നാൽ അങ്ങനെ അല്ലെന്ന് ഉറപ്പിച്ച് പറയാനും പറ്റത്തില്ല. അല്ല തന്നെ ഈ പാതിരാത സമയത്ത് ഈ പെങ്കൊച്ച് എന്നാ ജീവരുന്നു ഇവിടെ? എന്നതായാലും ഉടനെ തന്നെ നമ്മുടെ ഡിറ്റക്റ്റീവ് വൈറ്റ് ഹെഡ് ആ ഡെഡ് ബോഡി എടുത്ത് അദ്ദേഹത്തിന്റെ കാറിന്റെ ഡിക്കിയിൽ കയറ്റി അവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. സെയിം ടൈം ലണ്ടനിൽ പല ഭാഗത്തായിട്ട് ബോംബുകൾ വർഷിക്കുന്നുണ്ട്. ലോകമഹായുദ്ധം നടക്കുന്ന സമയമല്ലേ, വിശ്വസിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പലയിടങ്ങളിലും ബോംബുകൾ ഇങ്ങനെ ഇട്ടുവിട്ടിരിക്കുന്നു. ജനങ്ങളെല്ലാവരും ഷെൽട്ടറിൽ തന്നെ ഇരിക്കണമെന്ന് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ആരോ ഒരാൾ കാർ ഓടിച്ച് ഇങ്ങനെ സ്ട്രീറ്റിലൂടെ പോകുന്നത് കണ്ട് പോലീസുകാർ ചേസ് ചെയ്യുന്നു. ഈ കാർ ഓടിക്കുന്നത് ഒരു പോലീസുകാരനാണ്, ഡിറ്റക്റ്റീവ് വൈറ്റ് മാൻ ആണെന്നൊന്നും പുറകെ വരുന്ന പോലീസിന് അറിയത്തില്ല. കാരണം വൈറ്റ് മാൻ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, ആ പുള്ളിക്കാരി ഇവന് വേണ്ടി ഏർപ്പാടാക്കിയ കാറാണിത്. ഇപ്പൊ എങ്ങാനും പുറകെ വരുന്ന പോലീസിന്റെ കൈപ്പെട്ട പണിവാളും. ഈ കാറിന്റെ ഡിക്കിയിൽ ഒരു ഡെഡ് ബോഡി ഉണ്ടല്ലോ. വൈറ്റ് മാൻ രണ്ടും കൽപ്പിച്ച് പറ്റാവുന്ന അത്ര വേഗത്തിൽ കാർ ഓടിച്ചെങ്കിലും ഇവന്റെ കാരണം പുറകെ വരുന്ന പോലീസ് കാരണം ഒരേ സ്പീഡായിരുന്നു. ഇവനെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് ഇവൻ ഉറപ്പായി. സോ എങ്ങനെങ്കിലും മാനേജ് ചെയ്യാൻ തീരുമാനിച്ച ഇവൻ പതിയെ വണ്ടി ഒതുക്കി. വൈറ്റ് മാനെ ചേസ് ചെയ്തത് ഇൻസ്പെക്ടർ ഫാരലായിരുന്നു. വൈറ്റ് മാൻ, ഉറങ്ങേണ്ട സമയത്ത് നീ എന്നാ ചെയ്യുന്നേ? ഇൻസ്പെക്ടർ, എനിക്ക് മാത്രമല്ലോ, നിങ്ങൾക്ക് ഉറങ്ങണ്ടേ? പിന്നെ ഇപ്പൊ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഒട്ടും സേഫ് അല്ല. ബോംബുകൾ വീണോണ്ടിരിക്കുവാണേ. ഇല്ലടാ, അത് കുഴപ്പമില്ല. അവർ ഫാക്ടറീസിനെ എയിം ചെയ്യുന്നേ, ആ ഏരിയയിലോട്ട് പൊക്കോളും. നമ്മൾ സേഫാണ്. നിന്നെ പോലുള്ള ജൂതന്മാരെ ഫോഴ്സിൽ അലവ് ചെയ്തത് ഒരു മണ്ടൻ തീരുമാനമാണ്. നിന്നെയൊക്കെ കൊണ്ട് വലിയ ശല്യമാണ് എന്ന് വെച്ചാൽ എനിക്ക് എന്റെ പണി ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഓനാ കീ എടുത്ത്. വൈറ്റ് മാനും ഉടനെ തന്നെ കാറിന്റെ കീ ഊരി കൊടുത്തു. ഫാരൽ കാറിന്റെ ബാക്കിൽ ചെന്ന് ഡിക്കി തുറക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വൈറ്റ് മാൻ അവന്റെ ഗൺ എടുത്തു. ഫാരലിനെ ഷൂട്ട് ചെയ്ത് കൊന്നേക്കാന്നുള്ളതാണ് പ്ലാൻ. എന്നാൽ അത് വേണ്ടി വന്നില്ല. ഉടനെ തന്നെ ഈ സ്ഥലത്ത് ബോംബ് വീണേ. കെട്ടിടങ്ങളെല്ലാം പൊട്ടി തകർന്ന് അതിന്റെ അവശിഷ്ടങ്ങളെല്ലാം കൂടെ തെറിച്ച് വീണ് ആ സ്ഥലം ഒരു പരുവമായി. കാറിനുള്ളിലായതുകൊണ്ട് വൈറ്റ് മാൻ രക്ഷപ്പെടാൻ പറ്റി. എന്നാൽ ഇവനെ ചെക്ക് ചെയ്യാൻ വന്ന കാറിന്റെ ഡിക്കി തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഫാരൽ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോഴേക്കും ദൂരെ നിന്ന് കുറച്ച് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. കാർ ഇവിടെ സ്റ്റക്കായി കിടക്കാണ്, ബോഡി അതിനകത്താണ്. ഇവിടെ നിന്ന പണിയാവുന്ന അറിയാവുന്ന വൈറ്റ് മാൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോയി. ഇവിടെ 2023 നമ്മുടെ ഡിറ്റക്റ്റീവ് ഹസന്റെ അച്ഛന്റെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടക്കാണ്. ഇന്ന് മുഴുവൻ ഹസൻ ഒരു കേസിന്റെ പുറകെ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തിരി താമസിച്ചാണ് ബർത്ത്ഡേ പാർട്ടിക്ക് വരുന്നത്. പാർട്ടിക്ക് വന്നെങ്കിലും അധിക സമയം അവിടെ ഇരിക്കാൻ പറ്റിയില്ല. ഉടനെ തന്നെ
തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇവളുടെ സീനിയർ ഇവളെ അങ്ങോട്ട് വിളിച്ചു. അവിടെ ചെന്നപ്പോൾ ഇവർക്ക് കിട്ടിയ ഡെഡ് ബോഡി പൂർണ്ണമായി ഇവർ പരിശോധിച്ചു. ശരീരത്തിൽ എങ്ങും ബുള്ളറ്റ് ഇല്ല. പിന്നെ ഇവരുടെ സസ്പെക്ട് ലിസ്റ്റിലുള്ള സയ്യിദിന്റെ സിസ്റ്ററിന്റെ ഫോട്ടോയും സംഘടിപ്പിച്ചിട്ടുണ്ട്. അവളുടെ പേര് ആലിയ. ഒട്ടും സമയം കളയാനില്ല, എത്രയും വേഗം ആലിയയുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞേ പറ്റുള്ളൂ. അതിന് പറ്റിയ ആൾ നമ്മുടെ ഹസനാണ്. തഞ്ചത്തിൽ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ ഇവളെ ഏൽപ്പിക്കുകയാണ്. തുടർന്ന് ഫാമിലി കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ഹസനും ആലിയെ കാണാൻ ചെന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സയ്യിദ് അത്ര ഓക്കെ ആയിരുന്നില്ല. അവരിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ പ്രകടമായിരുന്നു എന്ന് ആലിയ പറയുന്നുണ്ട്. പിന്നെ അവന്റെ ഗണ്ണിന്റെ കാര്യം, അതെങ്ങനെ കിട്ടി, എവിടുന്ന് കിട്ടി, ആരെങ്കിലും കൊടുത്തതാണോ, അത്തരത്തിലുള്ള ഗ്യാങ്ങുകളുമായിട്ട് എന്തെങ്കിലും ഇവന് ബന്ധമുണ്ടോ, അതൊന്നും അറിഞ്ഞുകൂടാ. സയ്യിദിന് അങ്ങനെയുള്ള ഗ്യാങ്ങുകളുമായിട്ട് ബന്ധമുണ്ടാവാനുള്ള സാധ്യതയേ ഇല്ലെന്നാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. നമ്മുടെ ഡിറ്റക്റ്റീവ് ഹസൻ പുള്ളിക്കാരുടെ പേഴ്സണൽ നമ്പർ ആലിയയ്ക്ക് കൊടുത്തു. ഇതെന്റെ നമ്പറാണ്, നിന്റെ ബ്രദർ ഇനി നിന്നെ വിളിച്ചാൽ അവൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയണം. എനിക്കറിയാം അവനല്ല കൊലപാതകം ചെയ്തത്, എന്നാലും എനിക്ക് അവനോട് സംസാരിക്കണം. എല്ലാത്തിനും ഓക്കെ എന്നുള്ള മട്ടിൽ ആലിയും അവിടുന്ന് നടന്നുപോയി. ഇനി അങ്ങോട്ട് അവൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും. അവളുടെ ഫോൺ ട്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മുടെ ഡിറ്റക്റ്റീവ് ഹസൻ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു ചെല്ലുമ്പോൾ കുറച്ചപ്പുറത്തായിട്ട് ഒരു മഞ്ഞ ജാക്കറ്റ് ഇട്ട് ഒരു പയ്യൻ, ഒരു കൊച്ചു പയ്യൻ ഇവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അവന്റെ മുഖം പോലും ക്ലിയർ ആയിട്ട് കണ്ടില്ല. ഒരു ബസ് ഇവർക്കിടയിലൂടെ ഇങ്ങനെ പാസ് ചെയ്തു. തൊട്ടടുത്ത സെക്കൻഡിൽ അവനെയും കാണാനില്ല. റോഡിൽ നിന്ന് ആരെങ്കിലും വെറുതെ നോക്കിയിരുന്നാണോ, ഈ കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഒന്നും അറിയില്ല. എന്നാലും മഞ്ഞ ജാക്കറ്റ് കാണുമ്പോഴേ ഇപ്പോൾ സംശയിക്കാൻ തോന്നുക. അങ്ങ് 1890 അവിടെ നമ്മുടെ ഇൻസ്പെക്ടർ ഹില്ലി ഹെഡ് ആ ജേർണലിസ്റ്റിന്റെ സ്ഥലത്ത് ചെയ്യുന്നു. ഫോട്ടോസ് വാങ്ങാൻ ചെന്നതാണ്. ഇവൻ പത്രത്തിലൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ഫോട്ടോസ് വാങ്ങണമല്ലോ. ഫോട്ടോസ് എല്ലാം കളക്ട് ചെയ്തു. ഇവൻ നല്ല വിശദമായിട്ട് ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ആ വ്യക്തിയുടെ കയ്യിലെ പാട്, അദ്ദേഹത്തിന്റെ മുറിവുകൾ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്ന രീതിയിൽ കുറേ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരു ഫോട്ടോയിൽ ബോഡി കിടക്കുന്നതിന് അടുത്തായിട്ടുള്ള കെട്ടിടത്തിലെ കണ്ണാടിയിലെ റിഫ്ലക്ഷനിൽ മറ്റൊരു വ്യക്തിയെ കാണാം. അതൊരാണാണ്. തൊപ്പിയൊക്കെ വെച്ച് അന്നത്തെ കാലത്തെ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ. ആ പുള്ളിയുടെ മുഖം അത്ര കണ്ടെങ്കിൽ വ്യക്തമല്ലെങ്കിലും ഏതാണ്ടൊക്കെ മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹമായിരുന്നു കണ്ടുപിടിക്കാൻ സാധിച്ചാൽ ഇവർക്ക് ഒരുപക്ഷെ ഈ കേസും സോൾവ് ചെയ്യാൻ സാധിച്ചെന്നിരിക്കും. അല്ലാതിരിക്കട്ടെ, ആ കൊലപാതകം നടന്ന സമയത്ത് നീ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല സാർ, ഞാൻ വേറൊരാളുടെ കൂടെ മറ്റു കുറച്ച് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഓ, എന്നാൽ പിന്നെ ഫോട്ടോസ് കാണിച്ചേ നോക്കട്ടെ. അല്ല സാർ, ആ ഫോട്ടോസ് അത് റെഡി ആയിട്ടില്ല. അത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഡാഡാ, ഉഡായി പറക്കരുത്. നീ ഇന്നലെ അവിടെ നേരത്തെ വന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ പറഞ്ഞ ഫോട്ടോസ് എന്നെ കാണിക്കണം. ആ ഫോട്ടോസ് എടുക്ക്. ജേർണലിസ്റ്റ് എന്തൊക്കെ പറഞ്ഞിട്ടും ഹില്ലിംഗ് ഹെഡ് വിശ്വസിക്കുന്നില്ല. വേറെ വഴിയില്ലാതെ ജേർണലിസ്റ്റിന് ഫോട്ടോസ് എടുത്ത് കാണിക്കേണ്ടി വരുന്നു. ആ ഫോട്ടോസൊക്കെ നോക്കി വന്നപ്പോഴാവട്ടെ അതിൽ ഈ ജേർണലിസ്റ്റും ഇങ്ങരുടെ കൂടെ ഒരു ആണും കിസ് ചെയ്യുന്ന ഫോട്ടോസൊക്കെ ഉണ്ട്. സംഭവം ഇവൻ ഗേ ആണ്. എന്നാൽ ഇത് കാലഘട്ടം 1890 ആണല്ലോ. ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വലിയ ധാരണയില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ കുറ്റകൃത്യമാണ്. നിയമം തെറ്റിച്ചു എന്ന് പറഞ്ഞ് ഡിറ്റക്റ്റീവ് ഹില്ലിംഗ് ഹെഡ് ഇവനെ അറസ്റ്റ് ചെയ്യുവാണ്. ഡിറ്റക്റ്റീവ് വൈറ്റ്മാന്റെ കാലഘട്ടത്തിൽ ആ ഡെഡ് ബോഡിയുള്ള കാറൊക്കെ അവിടെ കുടുങ്ങി കിടക്കുന്ന സ്ഥലത്ത് പോലീസുകാർ വന്ന് തിരച്ചിൽ നടത്തുവാണ്. രാവിലെ തന്നെ വൈറ്റ്മാനും ഒന്നും അറിയാത്ത പോലെ ഈ സ്ഥലത്ത് വന്നു. ഇവന്റെ സീനിയർ അവിടെ ഉണ്ടായിരുന്നു. ഇവനെ കണ്ടതും ഈ അന്വേഷണത്തിന്റെ ഉത്തരവാദിത്വം ഇവന് തന്നെ കൊടുത്തു. വൈറ്റ്മാൻ കാർ തുറന്ന് പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഇവന്റെ ലൈറ്റർ കിടപ്പുണ്ടായിരുന്നു. പരിശോധിച്ചത് ഇവനായതുകൊണ്ട് കുഴപ്പമില്ല. ലൈറ്ററൊക്കെ തഞ്ചത്തിൽ കയ്യിൽ ഒതുക്കി ഒന്നും അറിയാത്തവനെ പോലെ ചെന്ന് ഡിക്കി തുറന്നു. അതിനകത്ത് ഒരു ഡെഡ് ബോഡി. മറ്റു പോലീസുകാരുടെ കൂട്ടി ഇവനും ഇങ്ങനെ ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ്. ഞെട്ടിയ പോലെ അഭിനയിച്ച് നിന്നു. ദെൻ സ്റ്റേഷനിലെത്തി. ഈ കേസ് വിശദമായിട്ട് അന്വേഷിക്കാൻ കൂടെയുള്ള പോലീസുകാർക്ക് എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. സെയിം ടൈം വൈറ്റ്മാനെ വിളിച്ച ആ സ്ത്രീ, ആ അനോണിമസ് ലേഡി പിന്നെ ഇവനെ ഫോൺ ചെയ്യുന്നുണ്ട്. നിന്നോട് ഞാൻ എന്താ ആവശ്യപ്പെട്ടെ? ഞങ്ങൾക്ക് ആ ഡെഡ് ബോഡി കിട്ടണം, അല്ലാതെ ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ നടത്താനല്ല പറഞ്ഞത്. അത് പിന്നെ ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. ഇപ്പൊ ഈ കേസ് പോകുന്നതുകൊണ്ട് ഇതൊന്നും ഒതുക്കി തീർക്കാതെ എനിക്കും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓ, ഇതിനല്ലോ ഞങ്ങൾ നിനക്ക് കാശ് തരുന്നത്. എത്രയും വേഗം ആ കേസിന്റെ കാര്യം തീരുമാനമാക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്തിരിക്കണം. മനസ്സിലായോ? നോ യു ആർ ലൗഡ് സർജന്റ്. എന്തുകൊണ്ടാണെന്നറിയില്ല, ആ പുള്ളിക്കാരി എപ്പോൾ വിളിച്ചാലും നോ യു ആർ ലൗഡ് സർജന്റ് എന്ന് പറഞ്ഞിട്ട് കോൾ കട്ടിയുള്ളൂ. ഇങ്ങ് 2023 നമ്മുടെ ഡിറ്റക്റ്റീവ് ഹസനെ ആലിയ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ആലിയയുടെ ബ്രദർ സയ്യിദിന് ഇവളെ മീറ്റ് ചെയ്യാൻ സമ്മതമാണ്. പോലീസ് സ്റ്റേഷനിൽ വെച്ചോ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചോ ഒന്നും പറ്റത്തില്ല. പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലേസ് വെച്ച് തന്നെ മീറ്റ് ചെയ്യണം. അതാണ് അവന് സേഫ് എന്നാണ് അവൻ പറയുന്നത്. അതുകൊണ്ട് ഒരു ഷോപ്പിംഗ് സെന്ററിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഇവൾ ഒറ്റയ്ക്ക് ചെല്ലണം, പോലീസുകാരൊന്നും കൂടെ കൂട്ടരുതെന്നും പ്രത്യേകം സയ്യിദ് ആവശ്യപ്പെടുന്നുണ്ട്. അതേ തുടർന്ന് സയ്യിദ് ആവശ്യപ്പെട്ട ഷോപ്പിംഗ് സെന്ററിലേക്ക് ഹസൻ ചെന്നു. പുള്ളിക്കാരി ഈ വിവരം ഓൾറെഡി സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാരും പുറകെ ഉണ്ട്. ഹസൻ സയ്യിദിന്റെ അടുത്ത് ചെന്നപ്പോൾ അവനൊരുമാതിരി സൈക്കോകളെ കൊണ്ട് പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ നടക്കുമെന്ന് അവരെന്നോട് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ അവിടെ വരാൻ പാടില്ലായിരുന്നു. നിങ്ങളായിരുന്നില്ല ആ ബോഡി കണ്ടുപിടിക്കേണ്ടത്. ഇന്നെന്തായാലും എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഇവൻ ഇങ്ങനെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഹസനെ ഇവൻ എന്തോ കരുതി കൂട്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും ബാക്കിയുള്ള പോലീസുകാർ ഷോപ്പിംഗ് സെന്ററിലെത്തി. ഉടനടി സയ്യിദ് ചാടി എണീറ്റ് 2 തവണ പുറകിലേക്ക് ഗൺ ഫയർ ചെയ്തിട്ട് ഇവൾക്ക് നേരെ ഗണ്ണ് ചൂണ്ടാണ്. വേണമെങ്കിൽ സയ്യിദിന് ഒറ്റ വെടിക്ക് ഇവളെ കൊന്നുകളയായിരുന്നല്ലോ. പക്ഷേ പുറകോട്ട് 2 തവണ വെടിവെച്ചിട്ട് ഇവൾക്ക് നേരെ ഗണ്ണ് ചൂണ്ടിയതിന്റെ അർത്ഥം ഷോപ്പിംഗ് മോളിലത്തെ പോലീസുകാർ ഇവനെ ഷൂട്ട് ചെയ്ത് കൊല്ലണം. അതാണ് ഇവൻ ആഗ്രഹിക്കുന്നത്. സയ്യിദ് ഇന്ന് മരിക്കുമെന്ന് സയ്യിദിന് തന്നെ അറിയാം. സയ്യിദിന്റെ ഉദ്ദേശം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയ ഹസൻ ആവട്ടെ എത്രയും വേഗം അവന്റെ ഇന്ന് ഗണ്ണ് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ മറ്റു പോലീസുകാർ ഇവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുമല്ലോ. ഇവനെ ഇവൾക്ക് ജീവനോടെ വേണം. എന്നാൽ ഹസന്റെ ആ ശ്രമം വെറുതെ ആയിപ്പോയി. അവൾക്ക് സയ്യിദിനെ പിടിച്ചു നിർത്താനായില്ല. ഹസനെ പിടിച്ചു നിർത്തുന്ന സയ്യിദ് അവളോട് നോ യു ആർ ലൗഡ് എന്ന് പറഞ്ഞിട്ട് അവന്റെ വായിലേക്ക് തന്നെ ഗണ്ണ് വെച്ചൊരു ഒറ്റ വെടി തലച്ചോറ് ചെറിയ പയ്യൻ മരിച്ചുപോയി. കട്ട് ചെയ്താൽ 1890 അവിടെ നമ്മുടെ ജേർണലിസ്റ്റിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ആ കേസ് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഡിറ്റക്റ്റീവ് ഹില്ലിംഗ് ഹെഡ്. എന്നാൽ ജേർണലിസ്റ്റ് പറയുന്നത് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഇവന്റെ ആ മെയിൽ പാർട്ണർ ഉണ്ടല്ലോ, ആ പുള്ളിക്കാരൻ ACPയുടെ മകനാണെന്നാണ്. അടിപൊളി. ഇപ്പൊ ഹില്ലിംഗ് ഹെഡ് കേസ് ഫയൽ ചെയ്താൽ ACPയുടെ മകൻ പെടും. ഇങ്ങനെയായതോടെ കേസ് ഫയൽ ചെയ്യാൻ ഹില്ലിംഗ് ഹെഡ് മടിച്ചു. ഈ സംഭവങ്ങളൊക്കെ ഹില്ലിംഗ് ഹെഡ് ആ മീശക്കാരൻ അപ്പാപ്പന്റെ അടുത്ത് നിന്ന് പറയുന്നുണ്ട്. ആ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത പുള്ളിക്കാരനല്ലേ മീശക്കാരൻ, അദ്ദേഹത്തിന്റെ അടുത്ത്. ആൾ ആ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കി വരുമ്പോൾ ഡെഡ് ബോഡി കിടന്ന ആ സ്ഥലത്ത് ആ ബിൽഡിങ്ങിലെ കണ്ണാടിയിലുള്ള റിഫ്ലക്ഷൻ കണ്ട് പെട്ടെന്ന് പുള്ളിക്കാരൻ അങ്ങ് സ്റ്റക്കായി പോയി. ആ ഫോട്ടോയിൽ കാണുന്ന തൊപ്പിയൊക്കെ വെച്ച് പുള്ളിക്കാരനെ ഈ മീശക്കാരൻ അറിയാമെന്ന് തോന്നുന്നു. ഇത് മനസ്സിലാക്കി ഹില്ലിംഗ് ഹെഡ് മീശക്കാരനോട് നിങ്ങൾക്ക് അയാളെ അറിയാം, ആരായാൾ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം പറയാൻ തയ്യാറായില്ല. പെട്ടെന്ന് ഒരുമാതിരി അങ്ങ്
ദേഷ്യപ്പെട്ട് എനിക്ക് വേറെ പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇങ്ങനെ 2023 നമ്മുടെ ഹസൻ സയ്യിദ് ആത്മഹത്യ ചെയ്ത ആ ഒരു ഷോപ്പിംഗ് സെന്ററിലെ CCTV വിഷ്വൽസ് ഒക്കെ പരിശോധിച്ച് വരുമ്പോൾ അവിടെ സയ്യിദിന്റെ ടേബിളിൽ 2 കോഫി കപ്സ് ഉണ്ട്. ഹസൻ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ അവിടെ 2 കോഫി കപ്സ് ഉണ്ടായിരുന്നു. അതിനർത്ഥം സയ്യിദിന്റെ കൂടെ അവിടെ മറ്റാരോ ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ ബാക്കിലേക്ക് ആ വിഷ്വൽസ് ഓടിച്ച് നോക്കുമ്പോൾ സയ്യിദ് അവിടെ മഞ്ഞ ജാക്കറ്റ് ഇട്ട ആ പുള്ളിക്കാരനോട് സംസാരിക്കുന്നതാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം സ്ട്രീറ്റിൽ നിന്ന് നമ്മുടെ ഹീറോയിനെ സൂക്ഷിച്ച് നോക്കി നിന്ന് ആ മഞ്ഞ ജാക്കറ്റ് ഇട്ട ആ പയ്യനുണ്ടല്ലോ, അവന്റെ സയ്യിദുമായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. അവനും ഈ കേസുമായിട്ട് എന്തോ ബന്ധമുണ്ട്. ഇതുവരെ ഈ 3 ടൈം ലൈനിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ബോഡി കണ്ടെത്തി, അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം ഇങ്ങനെ പുരോഗമിക്കുന്നു. ഇനി 4ാമത്തെ കാലഘട്ടം, അത് പാസ്റ്റിലല്ല ഫ്യൂച്ചറിലാണ്. വർഷം 2053. ദേ ഈ പുള്ളിക്കാരിയാണ് ഇവിടുത്തെ ഡിറ്റക്റ്റീവ് മേപ്പിൾവുഡ് കാറിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ മുമ്പ് നമ്മൾ കണ്ട 3 കാലഘട്ടങ്ങളിൽ സംഭവിച്ച പോലെ ഇവിടെയും പവറിൽ എന്തോ ഇഷ്യൂ ഉണ്ടായി, ലൈറ്റ്സ് ഒക്കെ അടിച്ചുപോയി. ഫ്യൂച്ചർ വേൾഡ് ആണല്ലോ, ഇവിടുത്തെ എല്ലാ സിസ്റ്റവും ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിലേക്ക് കണക്റ്റഡ് ആണ്. ഇങ്ങനെ ഒരു എറർ ഉണ്ടായതുകൊണ്ട് ഇവളുടെ കാർ ഉൾപ്പെടെ ആ ഏരിയയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സിസ്റ്റവും റീബൂട്ട് ആവുന്നു. ഇതിപ്പോൾ മേപ്പിൾവുഡിന്റെ കാർ റീബൂട്ട് ആവുന്നത് കറക്റ്റ് ആ ലോങ് ഹാർവസ്റ്റ് ലൈനിന് അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്തും. ആ ലൈനിൽ എന്തോ ഒരു അനോമലി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെന്ന് കാറിൽ ഇൻഫർമേഷൻ കണ്ടതും ഇവളും അങ്ങോട്ട് പോയി അന്വേഷിക്കുന്നു. എന്താ സംഭവം ചെന്ന് നോക്കുമ്പോൾ കണ്ട കഴിഞ്ഞ 3 കാലഘട്ടത്തിൽ കണ്ട പോലെ ഇവിടെയും അതേ ബോഡി, അതേ ശവശരീരം കിടക്കുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഇവിടുത്തെ ബോഡി ഡെഡ് ബോഡി ആയിട്ടില്ലെന്ന്. 2053 ആ പുള്ളിക്കാരൻ മരിച്ചിട്ടില്ല, അയാൾക്ക് ജീവനുണ്ട്. അവിടെയാണ് 1ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ബാക്കിയുള്ള വീഡിയോസ് കാണാൻ എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ കമന്റ് സെക്ഷനോ ചെക്ക് ചെയ്താൽ മതി. ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ എപ്പിസോഡുകളുടെയും ലിങ്ക് കൃത്യം ഓർഡറിൽ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. മാത്രമല്ല ഈ സീരീസിന് വേണ്ടി ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് സീരീസിലെ എല്ലാ എപ്പിസോഡുകളും കൃത്യം ഓർഡറിൽ പ്ലേലിസ്റ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിന്റെയും ലിങ്ക് ഉണ്ടാവും കമന്റ്സിലും ഡിസ്ക്രിപ്ഷനിലും. പ്ലേലിസ്റ്റുകൾ യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഓരോ എപ്പിസോഡുകളിലെ ലിങ്കുകൾ യൂസ് ചെയ്തോ വീഡിയോ ഓർഡറിൽ കാണാം. ഇനിയുള്ള വീഡിയോസ് നമ്മുടെ സെക്കൻഡ് ചാനലിലായിരിക്കും. സോ ഈ ചാനലും നമ്മുടെ സെക്കൻഡ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.